BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരള സംസ്ഥാനത്തിന്റെ ആരോഗ്യമന്ത്രിയായ കെ മുരളീധരൻ മുൻപ് നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ചർച്ചയായി മാറുകയാണ്. കേരളത്തിൽ നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ മുൻപ് ഇടതുപക്ഷം സർക്കാരിനെ പരിഹസിക്കാൻ മുരളീധരൻ നടത്തിയ പരാമർശങ്ങളാണ് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഭരിക്കുന്നവർ നല്ലതല്ലെങ്കിൽ നാട്ടിൽ അനർത്ഥങ്ങൾ സംഭവിക്കുമെന്നും എരണം കെട്ടവൻ നാട് ഭരിച്ചാൽ നാട് മുടിയും എന്ന അവസ്ഥയാണ് കേരളത്തിനെന്നുമായിരുന്നു 2021 മുരളീധരൻ പ്രസംഗത്തിലൂടെ വിമർശിച്ചത്. മര്യാദയ്ക്ക് എന്തെങ്കിലും ഒരു ആഘോഷം സംസ്ഥാനത്ത് നടന്നിട്ട് വർഷങ്ങളായെന്നും അന്ന് ഇടതുപക്ഷ ഭരണത്തെ കുറ്റപ്പെടുത്തി പറഞ്ഞിരുന്നു. കേരളത്തിൽ നിപ ബാധ ഉണ്ടായതിനെ ശാസ്ത്രീയമായ കാരണങ്ങൾ തിരയുന്നതിന് പകരം തികച്ചും രാഷ്ട്രീയവൽക്കരിക്കാനായിരുന്നു അന്ന് മുരളീധരൻ ശ്രമിച്ചതെന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. ഈ അടുത്ത കാലത്ത് ഒരു രോഗം വന്നു, നിപ. അത് കേരളത്തിൽ മാത്രമാണ് ഉണ്ടായത്. വവ്വാലിൽ നിന്നാണ് രോഗം ഉദ്ഭവിച്ചതെന്നും ശാസ്ത്രീയമായി കണ്ടെത്തി. കെ കരുണാകരനും AK ആന്റണിയും ഒക്കെ ഭരിച്ചപ്പോൾ കേരളത്തിൽ വവ്വാലുകൾ ഉണ്ടായിരുന്നു. പിന്നെ എന്താണ് ഇപ്പോൾ മാത്രം രോഗം പടരാൻ കാരണമെന്നായിരുന്നു അന്ന് മുരളീധരൻ പരിഹാസ രൂപേണ വിമർശിച്ചത്. ശാസ്ത്രീയ ബോധമില്ലാതെ അന്ന് രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി മാത്രം പ്രസംഗിച്ച ആരോഗ്യമന്ത്രിക്ക് ഇപ്പോഴും അതേ അഭിപ്രായം തന്നെയാണ് ഉള്ളതെന്നാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന പ്രധാന ചോദ്യം. അന്ന് ഇടതുപക്ഷ സർക്കാരിന്റെ കാലത്ത് നിപ വന്നപ്പോൾ അതിനെ ശാസ്ത്രീയ വിരുദ്ധമായി നേരിട്ടയാൾ ഇന്ന് ആരോഗ്യ വകുപ്പിന്റെ തലപ്പത്തിരിക്കുമ്പോൾ എന്തു മറുപടിയാണ് നൽകുന്നതെന്നാണ് പലരും ചോദിക്കുന്നത്. അതേസമയം സംസ്ഥാനത്ത് വീണ്ടും നിപ രോഗബാധ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പ്രതികരണങ്ങളുമായി എത്തിയിരിക്കുകയാണ് മുൻ ആരോഗ്യമന്ത്രി വീണ ജോർജ്. വൈറസ് ബാധ പ്രതിരോധ പ്രവർത്തനത്തിന് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് വേണ്ടതെന്നാണ് വീണ ജോർജ് പ്രതികരിച്ചത്. ഫേസ്ബുക്കിലൂടെയായിരുന്നു വീണയുടെ പ്രതികരണമുണ്ടായത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിപയെക്കുറിച്ച് ഇന്നത്തെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നടത്തിയ പ്രസംഗം ഇന്ന് പലരും അയച്ചു തന്നു. അതിനെക്കുറിച്ച് ഇവിടെ ഒന്നും എഴുതുന്നില്ല. രോഗങ്ങളുടെ പ്രതിസന്ധികളിലും വെല്ലുവിളികളിലും ജനങ്ങളെ ചേർത്ത് പിടിച്ച് ഏറ്റവും മികച്ച ശാസ്ത്രീയ പ്രതിരോധം തീർക്കുക എന്നതാണ് അനിവാര്യം. അതിന് ഒറ്റക്കെട്ടായി നിൽക്കുക എന്നതാണ് ഇടതുപക്ഷ സമീപനമെന്നും നിപയെ സംബന്ധിച്ച കാര്യങ്ങളുമായിരുന്നു വീണ ജോർജ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത്. എന്നാൽ 2021 പറഞ്ഞ പ്രസംഗം വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് കെ മുരളീധരനെ. മുരളീധരൻ ആരോഗ്യമന്ത്രി ആയതിനു ശേഷം നിരവധി പഴയ പ്രതികരണങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ട്രോളായി മാറുന്നത്. ഇതിനു മുൻപ് കൊറോണയെ സംബന്ധിച്ച് മുരളീധരൻ പറഞ്ഞ കാര്യങ്ങളും വലിയ വിമർശനങ്ങൾക്ക് അവസരമൊരുക്കിയിരുന്നു. അതിനു പുറകെയാണ് നിപ സമയത്ത് പറഞ്ഞ ഈ പ്രതികരണം വിമർശനമാകുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.